കല്യാണം കഴിഞ്ഞ് പറഞ്ഞ മക്കളുടെ പട്ടിണി വിട്ടാക്കണം എന്ന് പറയില്ല. അതൊക്കെ വേറെ വിവരക്കടാ. നമുക്ക് കുറച്ച് പൈസ ഇട്ട് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം എപ്പോഴും ഉണ്ടാവുമോ? ഇത് മരം വലുതായല്ലോ, പൊഴിക്ക് ചാഞ്ഞ് നിൽക്കുക. ഇതെന്തായാലും മുറിക്കേണ്ടി വരും. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? പിന്നെ കൈ നല്ല വേദന, അടിച്ചു വരാൻ ഒന്നിനും പറ്റിയിട്ടില്ല. ഈ 3 ദിവസത്തൊന്നും ഒരു കുറവുമില്ലേ. ഞാൻ തിരുവനന്തപുരം ഹോസ്പിറ്റലിലൂടെ കാണിച്ചിട്ട് വരാട്ടോളെ. ആ നല്ല, നീ കൂടെ കാണിച്ചിട്ട് വാ. ഞാൻ വരാം നിൻ്റെ കൂടെ. ഞാൻ പോയിട്ട് വരാം. പിന്നെ എത്ര ഇലകളാ മുൻപിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത്, ഇതൊക്കെ ഒന്ന് അടിച്ചു വരുമോ? അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ പോയിട്ട് വാ. എന്നാൽ ശരി, ഞാൻ വേഗം കാണിച്ചിട്ട് വരാം. ഇതെന്താ സുധാകര, നീ അടിച്ചു വരുന്ന്? വനജ എവിടെ പോയി? ഇതാര് ജാനു നടത്തിയ വണ്ടി കൈസുകൂടണ്ടേ, ആശുപത്രി പോയതാ. ആ അത് ശരി, അതാണല്ലോ നീ ഈ പണിയൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ അവൾ 24 മണിക്കൂർ ഓരോന്നോരം ചെയ്ത് നടക്കുന്ന കാണുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും സുഖമില്ലാണ്ടായ ഭർത്താക്കന്മാരെ സഹായിക്കണം. ആ രാമാട്ടനുണ്ട്, ഒരു സാധനം ഒന്നും ചെയ്തു തരില്ലേ? ജാനു അടുത്ത് മക്കളുടെ അടുത്ത് പോയതാണ്. ഈ പെട്ടെന്നൊന്നും വരില്ലാന്ന് വനജ പറഞ്ഞല്ലോ. എപ്പോഴാ വന്ന് നിങ്ങള്? എന്താ ജാനു അടുത്ത് പിള്ളേർ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ആരുടെ അടുത്ത് പോയി? മോൻ്റെ അടുത്തോ? 2 ആളുടെ അടുത്തും പോയി സുധാകര. കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. എൻ്റെ സങ്കടം പറയാനും അത് കേൾക്കാനും ഒരാൾ വേണ്ടേ? ആരോടെങ്കിലും നിങ്ങൾ ചിലവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വിഷമം ഒന്ന് വിടുമല്ലോ പറഞ്ഞ് ഞാൻ പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആദ്യം മോൻ്റെ അടുത്ത് പോയി. അവിടെ ഒരു 5-8 ദിവസം എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. അപ്പോഴത്തേക്കും അവർക്ക് മതിയായി. മിണ്ടുന്നില്ല, പറയുന്നില്ല. പോയ 1 ദിവസം 2 ദിവസമൊക്കെ എന്തെങ്കിലും കുടിക്കുന്ന വെക്കാനൊക്കെ തരും. അവർ ചെയ്യുമ്പോഴൊക്കെ അവർ കഴിക്കുന്ന ഭക്ഷണമൊക്കെ തന്നു. പിന്നെ അവർ വാതിലൊക്കെ അടച്ചിട്ട് അത് അവിടെ തുറക്കണ്ട ഇവിടെ തുറക്കണ്ട, ഞങ്ങൾ പുറത്ത് പോകണം, അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഓരോന്നോരോന്നിങ്ങനെ പറയും, എടുക്കുകയും ചെയ്യണം. രാമാട്ടം കുളിച്ചിട്ട് ഡ്രസ്സ് കുളിമുറിയിലിട്ടത്രേ. അതെന്തിനാ കുളിമുറി കുളിച്ച് ഡ്രസ്സ് ഇട്ട് പറഞ്ഞാൽ അതിനെ എടുത്ത് പുറത്ത് എറിഞ്ഞ് അത്രയും മരുമകൾ. അതിന് 1ഉം 2ഉം എൻ്റെ മോനും അവളും കൂടി പറഞ്ഞ് നല്ല പ്രശ്നമായി അവിടെ. പിന്നെ ഇപ്പോൾ അവൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇന്നിവിടെ ഇരിക്കണ്ട, നിങ്ങൾ ചേച്ചിൻ്റെ അടുത്ത് കുറച്ച് നിൽക്കുകയും പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോവും പിടിച്ചു വന്നവൻ. അങ്ങനെ പെൺകുട്ടിൻ്റെ അടുത്ത് എത്തി. ഇങ്ങനെ രാകേഷ് ചെയ്ത് നല്ല മകൻ തെങ്ങനെ അടുത്ത് ബസ്സും കയറ്റി വിട്ടല്ലേ? ബസ്സിലല്ല സുധാകര, ആ പഠിക്കുന്ന തന്നെ ഓട്ടോ കയറ്റി വിട്ടു. 150 ഉറുപ്പ്യയും കൈ തന്നു ഓട്ടോന് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു 10 1000 കൈ തരിക. എന്തായാലും അവിടെ ഇരിക്കാൻ അയക്കുന്നില്ല. മരുന്നോ എന്തെങ്കിലും അച്ഛനോ അമ്മയ്ക്ക് വേണ്ടത് വാങ്ങി എടുക്കുകയും പറഞ്ഞു. ഒന്നുമില്ല. ആ 150 ഉറുപ്പ്യയും തന്ന് മോളെ മുൻപിൽ വന്ന് ഇറങ്ങി. അവൾ ഇറങ്ങിയതും തന്നെ അവൾ അമ്മയെ വരെ എന്നൊക്കെ പറഞ്ഞൊക്കെ കൂട്ടിയിട്ട് പോയി. മരുമോൻ്റെ മുഖം കാണണം. അവൻ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോഴേക്കും അവൻ അങ്ങോട്ട് തിരിച്ചു, നേരെ അകത്തേക്ക് പോയി. അവന് പണ്ടേ ഞങ്ങളെ ഇഷ്ടമല്ല. എന്ത് ചെയ്തിട്ടാണ് എന്താണെന്ന് എനിക്ക് ഒന്നും അറിയില്ല. ആരും ഇല്ലാലോ നോക്കേ. മകനെ വിട്ടിട്ട് പോയപ്പോൾ തന്നെ അവൻ്റെ സ്വഭാവമൊക്കെ മാറി. നിങ്ങളുടെ മകനില്ലാത്താണോ എനിക്ക് മരുമകനും മകൾക്കും എന്നാണ് അവൻ പറയുന്നത്. പിന്നെ അവിടെ ഒരു 3-4 ദിവസം എങ്ങനെയൊക്കെയോ പിടിച്ചങ്ങ് നിന്നു. പിന്നെ അവിടെ നിന്ന് വണ്ടി കയറി ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ എത്തിയ പിന്നെ വിളിച്ച് പറഞ്ഞത് അത്രയൊക്കെ ഉള്ളൂ കനുവ്. പിന്നെന്താ അവിടെ നിന്ന് പറഞ്ഞിട്ട് വരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടി വന്നു. 2 മക്കൾക്ക് ഒരേമാതിരി ആയാലും ഞാനും ഓർത്തി. ഇങ്ങനത്തെ മക്കളിൽ എന്ത് ചെയ്യാനാ? ഇപ്പം നമുക്ക് 2 മക്കളുണ്ട്. ഇനിയിപ്പോൾ അത് നാളെ എന്താക്കുന്നു ആർക്കറിയാം? നിൻ്റെ മക്കളൊന്നും രൂപക്കേടാകില്ല. ആകാതിരിക്കട്ടെ. ഞങ്ങൾ വേദനിക്കും പോലെ നിങ്ങളൊരു അച്ഛനമ്മയും വേദനിക്കരുത്. അത് മാത്രമേ നമ്മുടെ പ്രാർത്ഥനയുള്ളൂ. നമ്മുടെ കാര്യം കണ്ടില്ലേ, അവിടെ പോയി അവിടെ നിന്ന് ആട്ടി ഇറക്കി, ഇവിടെ പോയി ഇവിടെ നിന്ന് ആട്ടി ഇറക്കി. ഇപ്പം 2ഉം കൂടിയായി വീട്ടിൽ ചെറിയ എന്തെങ്കിലും ഒരു പെൻഷൻ കിട്ടിയത് കൊണ്ട് എന്താകും? പിന്നെ എന്തെങ്കിലും ആവട്ടെ. മരുന്നിനാണ് ഒരുപാട് പൈസയാകണം. രാമേട്ടനും വയ്യ, കയ്യും കാലൊക്കെ നേരായിരിക്കണം. ചില ആൾക്കാർ പറയലുണ്ട് മക്കൾക്ക് കല്യാണം കഴിഞ്ഞാൽ അവരുടെ പാട്ടിൽ വിടണമെന്ന്. അവരുടെ പാട്ടിൽ നമ്മൾ അവരിനെ വിട്ടാലേ നമ്മൾ എന്താകും? അല്ലെങ്കിൽ നമുക്ക് അത്രയും വലിയ ജോലിയും പണിയും സമ്പാദ്യവും ബാങ്കിൽ കുറേ പൈസയും വേണം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പറയാം മക്കളുടെ പാട്ടിൽ വിടുകയെന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് പറഞ്ഞ മക്കളുടെ പാട്ടിൽ വിട്ടാക്കണം എന്ന് പറയില്ല. അതൊക്കെ വേറെ വിവരക്കടാ. നമുക്ക് കുറച്ച് പൈസ ഇട്ട് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം എപ്പോഴും ഉണ്ടാവുമോ?
അങ്ങനെയാണ് സുധാകര ആൾക്കാരൊക്കെ പറയുന്നത്. അവർക്ക് കല്യാണം കഴിഞ്ഞാൽ അവരുടെ പാട്ടിലേക്ക് വിടി, നിങ്ങൾ എന്തിനാ അവരിനെ ഉപദ്രവിക്കാൻ പോകുന്നതെന്നുള്ളത്. പിന്നെ മക്കളുടെ കാര്യം നമ്മൾ പറയാനേ പറ്റില്ല കല്യാണം കഴിഞ്ഞ്. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത്. പിന്നെ നമ്മളിനെ ആരാ നോക്കുന്നത് വയസ്സുകാലത്ത്? ഇപ്പം അതിന് നീ പറയുമ്പോൾ കുറച്ച് പൈസ ഉണ്ട് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുമോ? നമ്മുടെ ആരോഗ്യം നശിച്ചു പോകില്ലേ? അപ്പോൾ ഈ പൈസയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അവർക്ക് സുഖമില്ലെന്നൊക്കെ ആകുമ്പോഴേ അയൽക്കാരന് 1-2 പ്രാവശ്യം വിളിക്കും. പിന്നെ വിളിച്ച് അവരെന്ത് പറയും? നിങ്ങളുടെ മക്കളുടെയും കൂടി നിങ്ങൾ ആശുപത്രിയിൽ പോകുകയും പറയില്ലേ? എന്തൊക്കെ വിവരക്കേടാ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്നത്. എന്തൊക്കെയാണ് നമ്മളെ കേൾക്കണ ഈ ഭൂമിയിൽ? അയ്യോ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ല വിവരമില്ലാത്ത ആൾക്കാരെന്ന് നമ്മളെ പറയാം. എൻ്റെ ജാനുവാർത്തേ എല്ലാ അച്ഛനന്മാർക്കും ആഗ്രഹമുണ്ടോ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം സന്തോഷത്തോടെ ഇരിക്കേ. അത് കിട്ടാണ്ടാകുമ്പോഴാണ് മക്കളുടെ പാട്ടിൽ വിട്ടാക്കുക പറയും. അത് കേട്ട് തുള്ളാൻ കുറച്ച് മക്കളും. അത് സുധാകരൻ പറഞ്ഞത് ശരിയാ. ഇപ്പം എൻ്റെ രാമേട്ടനെ പോലെയൊക്കെ പ്രായമായി വയ്യാണ്ടാകുമ്പോഴേ ഈ പറയുന്ന ആൾക്കാരൊക്കെ പഠിക്കൂ. ഇപ്പൊക്കെ നല്ല ആരോഗ്യം പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ ആരും വേണ്ട, മക്കളങ്ങ് പൈക്കോട്ടെ എന്നൊക്കെ തോന്നും. വയ്യാത്ത കാലത്തുണ്ടല്ലോ സുധാകര, ഒരു ദിവസം വെള്ളം എടുത്തു തരാൻ നമുക്കൊരാളുണ്ടാ. ഇപ്പോൾ രാമേട്ടൻ അവിടെ കിടക്കണോ, കാലിൽ തൈലമൊക്കെ ഇട്ട് കൊടുത്ത് ഇത്തിരി ചൂടുവെള്ളം വെച്ച് കാലെ കൊപ്പി കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. പോകട്ടെ, ഒരുപിടി അരിയിട്ട് ഇത്തിരി കഞ്ഞി ഉണ്ടാക്കി കുടിക്കട്ടെ. എന്തെങ്കിലും വെച്ച് തരാനോ എടുക്കാനോ ഇത്തിരി ആളുണ്ടെങ്കിലോ നമുക്ക് അത്ര ഒരു സഹായമായി. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ശരി എന്നാൽ ഞാൻ അവൾ വന്നിട്ട് പിന്നെ ഒരു ദിവസം വരാം. അപ്പം നിന്നെ കൊണ്ട് കുറച്ച് മനസ്സിലെ സങ്കടമൊക്കെ പറഞ്ഞപ്പോഴേ ഒരു ഉള്ളൊഴിഞ്ഞൊരു സമാധാനമായി. അന്ന് ഞാൻ ഇറങ്ങട്ടെ. വെള്ളം കുടിച്ചു ഞാനും അടുത്തേ ഇരിക്കി. ഇല്ല, വെള്ളമൊന്നും വേണ്ട, ഞാൻ പോകട്ടെ. വഞ്ച നീ എന്താക്കുക? തിരക്കുണ്ടാ? നീ ഒരു കാര്യം ചെയ്യ്, ഡോക്ടറെ കണ്ടുകൊണ്ടേ എന്നെ വിളിക്ക്, ഞാൻ വരാം. നീ വേലിച്ച് നടക്കണ്ട. വനജേ, ഇവളെവിടെ പോയതാ? സുധാരേട്ടൻ ഇവിടെ ഉണ്ടോ? ഞാൻ മുൻപിന്ന് കുറേ സമയം വിളിച്ചു, വനജനെ കണ്ടില്ല. അപ്പം ഇങ്ങോട്ട് വന്നതാ. ഇന്നലെ അവൾ പറഞ്ഞതാ തേങ്ങയൊക്കെ ഇവിടുത്തെ പറിച്ചതൊക്കെ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ പറിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ 2-3 ഉള്ളിൽ കൊടുക്കാൻ വേണ്ടി വന്നതാ. വനജ എവിടെ? വഞ്ച തിരുവൂര് പോയതാ. അപ്പം കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പം തേങ്ങ ഇവിടെ വെക്കുന്നുണ്ട്, വനജ വന്ന് എടുക്കാൻ പറയും. പിന്നെ എന്താ പറയുക, രാമേട്ടനും ജാനേച്ചിയും മക്കളുടെ അടുത്തേക്ക് പോയതാണ്. ഇപ്പോൾ അവർ വന്നിരിക്കുന്നു. ഞാൻ പറയാം കുറച്ച് മീൻകറിയൊക്കെ ഉണ്ടാക്കി ഒരു പാത്രത്തിലാക്കി അവർ കൊണ്ട് കൊടുത്തിട്ട് വന്നതാ. ആ രാമേട്ടൻ മീൻകറിയിലേക്ക് ചോറ് കഴിക്കില്ലേ? മക്കളുടെ അടുത്ത് പോയതാ. ഞാൻ അപ്പോഴും ഇവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ പോകണ്ടെന്ന്. അവർ പറഞ്ഞത് കേട്ടില്ല. അവരങ്ങ് പോയി. പോയ പോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചും വന്നിരിക്കുന്നു. മക്കൾക്ക് അച്ഛനമ്മയും വേണ്ട, അപ്പോൾ അവർ തിരിച്ചു വന്നു. അതല്ല സുധാകരേട്ടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവർ വലിയ കാറും പത്രാസും പദവിയിലിരിക്കുമ്പോഴേ ഈ അച്ഛനും വയസ്സായവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് മുടിയും നരച്ച് ഇങ്ങനെ പോയാലേ ഏത് മക്കൾക്ക് ഇഷ്ടപ്പെടുക? വിവരക്കേട് വിളിച്ചു പറയില്ല ബിന്ദു. എത്ര പത്രസായാലും ജാനുവാർത്തിന് രാമേട്ടൻ്റെ മകനല്ലേ? അങ്ങനെയല്ല എന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ സുധാകരേട്ടാ. അതൊക്കെ ചെറുപ്പത്തിൽ അവരെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിയാക്കി, അല്ലെങ്കിൽ ജോലിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് പഠിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഓരോ തൊഴിൽ ചെയ്ത് നല്ല ഉയർച്ചയിലൊക്കെ എത്തിയ ശേഷം പിന്നെ അവർക്കൊരു പെണ്ണ് നോക്കലുണ്ടല്ലോ. അവിടെ പോയി പെണ്ണ് നോക്കി അത് ശരിയായില്ല, ഇവിടെ പോയി പെണ്ണ് നോക്കി ഇത് ശരിയായില്ല. ഇനിയിപ്പോൾ എവിടെന്നാ എത്ര നല്ല പെൺകുട്ടി എൻ്റെ മോന് കൊണ്ടുവരുന്നു, അത്രയും നല്ലതിനെ കൊണ്ടുവരണം പറഞ്ഞ് കാത്ത് കെട്ടിയിരുന്ന് ഉള്ള പ്രാർത്ഥനയും വഴിപാടൊക്കെ ചെയ്ത് ഒരു പെണ്ണ് കെട്ടി അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലിയൊക്കെ ഉയർച്ചയിലായി, പവറായി, പത്രാസായി, കാറായി, വണ്ടിയായി വരുമ്പോൾ അച്ഛനും അമ്മയൊന്നും ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞാൽ അവരവർ പാട്ടിൽ പോകുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടി? അവർ പാട്ടിലേക്ക് വിട്ടേക്കുക. എന്നിട്ട് നമ്മളുടെ പാടും നോക്കി വയ്യാത്ത കാലത്ത് ചുരുണ്ട് കൂടി ഒരു ഭാഗത്ത് കിടക്കുക. അല്ലെങ്കിലോ അനാഥ മന്ദിരം കെട്ടിവെച്ചത് ആർക്കാ? ഇവരിന് പോലുള്ളവർക്കല്ലേ പോകണം, അല്ലാണ്ട് സെക്കൻഡ് അടുത്തേക്കല്ലേ പോകുന്നത്. അവർ അത്രയും പത്രാസിൽ കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു തന്നെ പറയട്ടെ. അനാഥ മന്ദിരത്തിൽ പോയി കിടക്കുകയാണെങ്കിലേ ഈ മരങ്ങോടന്മാരെയൊക്കെ വളർത്തി വലുതാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ല, നിങ്ങളെന്ത് എൻ്റെ അടുത്ത് ചൂടാവുന്നത്? ഞാനേ ഇവിടെ അരയ്ക്കാൻ തേങ്ങയില്ലാന്ന് നിങ്ങളുടെ ഭാര്യ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ 2-3 തേങ്ങ കൊണ്ടുവന്നേ ഉള്ളൂ. അല്ല പിന്നെ ഞാൻ ഈ തേങ്ങ തിരിച്ചു കൊണ്ടുപോവുക. നല്ല കാര്യമായി കൊണ്ട് കൊടുക്കാൻ വന്നതല്ല പാട്. നീ എത്തിയോ? ഞാൻ നിന്നെ വിളിക്കാൻ വരാൻ നിൽക്കുക. ഞാൻ ഇങ്ങോട്ട് വന്നു, അതിനിപ്പോൾ എന്താ?
ഡോക്ടറെ കാണിച്ചു. അവിടെ നല്ല തിരക്കേ, അതാ വൈകിയത്. അതെന്തായാലും നന്നായി. ഓ മതിയായി. എന്താണെന്നറിയോ, അസുഖമല്ലേ, അതിനൊരു കൈ ഞാൻ അവിടെ നിന്ന് ഓയിൽമെൻറ്റ് വാങ്ങിച്ചു അവിടെ തന്നെ പുരട്ടി. ചെറിയൊരു മാറ്റം ഇപ്പം തന്നെ കാണുന്നു. പിന്നെ കറി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. മീൻ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. നീ കുറച്ച് കഴിയുമ്പോഴേക്ക് ജാനു അടുത്ത് വന്നു. അത് വന്ന് കുറേ സമയം ഭർത്താവ് കഥയും എല്ലാം കൂടി പറഞ്ഞ് നോക്കുമ്പോഴേക്കും പിന്നെ അത് പോയി നോക്കുമ്പോഴേക്കും ബിന്ദു വന്നു. അങ്ങനെ ബിന്ദു രണ്ടും തേങ്ങയായിട്ട് വന്നു. ആ തേങ്ങ കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോകും ചെയ്തു. ജാനു എടുത്ത് വന്നോ? അവർ മക്കളുടെ അടുത്തേക്ക് പോയതാണല്ലോ. കുറേ കണ്ടിക്ക് വരലൂ എന്ന് പറഞ്ഞിട്ട് പോയത്. ഇപ്പം തന്നെ വന്നോ? അല്ല പിന്നെ ബിന്ദു എന്തെങ്കിലും തേങ്ങ, ഞാൻ ബിന്ദുവിടെ തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. നിങ്ങളത് വാങ്ങി വെച്ചുകൂടെ? എന്തിനാണ് തിരിച്ചു കൊണ്ടുപോയത്? ബിന്ദുവിൻ്റെ വിട്ടേക്ക് തേങ്ങ പണി ഞാൻ പീടിപ്പി വാങ്ങിത്തരാം. ജാനുവടത്തിൻ്റെ കഥ അത് ഭയങ്കര വിഷമം തോന്നി എനിക്ക്. ജാനുവടത്തിൻ്റെ കാര്യം കേട്ട് വിഷമോ? എന്ത് പറ്റി ജാനുവടത്തേക്ക്? ജാനുവടത്തേക്ക് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ജാനുവടത്തേക്ക് 2 മക്കളില്ലേ, 2 കനിവില്ലാത്ത സാധനങ്ങളാണ്. അത് കാരണം തിരിച്ചു വന്നതാ? അയ്യോ പാവം ഉണ്ടാകും കേട്ടാ. ഒരുപാട് പ്രതീക്ഷയോടെ മക്കളുടെ അടുത്തേക്ക് പോയതാ. അത് 2നും സുഖമില്ലാനും. അയാൾക്ക് രാമേട്ടൻ അന്ന് പോകുമ്പോൾ തന്നെ കാലൊക്കെ വന്ന് വീങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്യണോ എന്തോ. ഛേ, എന്തിനിങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടായിട്ട് കാര്യമല്ലേ? ഇങ്ങനത്തെ മക്കളുണ്ടെങ്കിലേ വയസ്സാം കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടില്ലേ. നമ്മൾക്ക് 2 മക്കളുണ്ട്. നമ്മൾ ഒരുപാട് പ്രതീക്ഷ അവരുടെ തന്നെ വെക്കാൻ പാടില്ല. അത് വെച്ചാലേ അവർ നല്ലൊരു പണി നട്ടേ അവർ പോകും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. മനുഷ്യരെ പേടിപ്പെടുത്തല്ലേ. നമ്മുടെ മക്കളൊന്നും അങ്ങനെ ആവില്ല. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അവരിനെയൊക്കെ വളർത്തിയത്. അവർക്ക് നല്ല പോലെ അത് അറിയാം. നിന്നമാരിയുടെ അമ്മമാരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. അമിത പ്രതീക്ഷ ഒരിക്കലും മക്കളുടെ വെക്കരുത്. അവരെ ഓരോ പെണ്ണ് കെട്ടുമ്പോഴേ പെണ്ണെന്താ പറയുന്നത് കേട്ടിട്ടുണ്ട് അവരുടെ കൂടെ പോകും. നിങ്ങളിങ്ങനെ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ഇപ്പം തന്നെ വിളിച്ച് പറയല്ലേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ പോയി കറി ഉണ്ടാക്കട്ടെ. അല്ല ഈ തേങ്ങ കൊണ്ടുപോയിട്ട് ബിന്ദു എന്തിനാ തിരിച്ചു കൊണ്ടുപോയി? ഞാൻ പോയി വാങ്ങിയിട്ട് വരട്ടെ. ബിന്ദു എങ്ങനെ തേങ്ങ തിരിച്ചു കൊണ്ടുപോയത്? അച്ഛനമ്മയ്ക്കും വയസ്സായ ഒരു ഭാഗത്ത് ചുരുണ്ട് കൂടി കിടക്കണം, ഇല്ലെങ്കിൽ അനാദ്യം മനസ്സിൽ പോയി കിടക്കണം എന്നാ പറഞ്ഞത്. അപ്പം ഞാൻ നല്ല ചീത്ത കൊടുത്താ. ഓ അത് ശരി. അപ്പം ബിന്ദു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ തേങ്ങ തിരിച്ചു കൊണ്ടുപോയത്? അതെന്തായാലും നന്നായി. അവൾ കൊണ്ടുപോയിക്കോട്ടെ, അത് വേണ്ട നമുക്ക്. അവൾക്ക് അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരെ കളിയാക്കൾ ഭയങ്കര മിടുക്കത്തിയാ. ആ സ്വന്തം അനുഭവിക്കുമ്പോഴേ ആ വേദന എന്താണെന്ന് അവൾ മനസ്സിലാവും. നമ്മൾ പേപ്പറിലൊക്കെ കണ്ടിട്ടില്ലേ, അമ്മമാർ വീട്ടുപണിക്ക് പോയിട്ട് മക്കളെ IAS കാരനാക്കി ഡോക്ടറാക്കി. അതേ മക്കൾ ഇങ്ങനെ ചെയ്താലേ എന്തുമാത്രം വിഷമമുണ്ടാവില്ലേ? അതിന് എല്ലാ മക്കളും അങ്ങനെ ആകണമെന്നില്ല അലസുതാറ്റാ. ഒരുപാട് മക്കളില്ലേ അച്ഛനെയും അമ്മനെയും പൊന്നുപോലെ സ്നേഹിക്കുന്നത്. അവരെന്നും ഞങ്ങളുടെ കൂടെ വേണം, അവരാ ഞങ്ങളുടെ ലോകം എന്നൊക്കെ പറയും. നമ്മളെ കേട്ടിട്ടില്ലേ? അങ്ങനെയും കുറേ മക്കൾ, ഇങ്ങനെയും കുറേ മക്കൾ. എന്ത് ചെയ്യാൻ? അതൊക്കെ പോട്ടെ, അച്ഛനമ്മമാരെ കുറച്ച് കരുതലോടെ ജീവിക്കുക. എന്നാൽ പിന്നെ ജാനുവടത്തിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല. കരുതലോടെ ജീവിക്കുക എന്ന് പറയുമ്പോഴേ അത് കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്. നമ്മളെ ഒരുപാട് ഭൂരിപക്ഷം ആൾക്കാർ സാധാരണ ആൾക്കാരാ, സാധാരണ കൂലിപ്പണിക്കാരാ. നമ്മളൊക്കെ എന്താ ചെയ്യുക? മക്കളിനെ പഠിപ്പിക്കാനും അവരെ വളർത്താനും വലുതാക്കാനും അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങണം, നല്ല ബാഗ് വാങ്ങണം. അവർ 4 മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അതിനൊപ്പം അതുപോലെ പഠിപ്പിക്കണം, പോകണം എന്നൊക്കെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അല്ലാതെ ആ സമയത്ത് തന്നെ അയ്യോ മക്കൾ പറഞ്ഞ് നമ്മളെ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കിട്ടുന്ന വരുമാനമൊക്കെ ബാങ്കിലിട്ട് എടുത്ത് വെക്കുകയാണെങ്കിലേ ഈ പിള്ളേരൊക്കെ എങ്ങനെയാണ് വളർന്ന് വലുതായി ഈ ജോലിയൊക്കെ ആയി ഇത്രയൊക്കെ ആകുന്നത്? പിന്നെ അവരിനെ ആരും നോക്കും? അപ്പോൾ എന്താ ചെയ്യുക? എല്ലാ മാതാപിതാക്കളും ഉള്ള സമ്പാദ്യം മുഴുവനും മക്കൾ പറഞ്ഞാൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. ഇവർ വലുതായി കഴിഞ്ഞാൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആർക്കെങ്കിലും അറിയോ? അല്ല പണ്ട് ഞാൻ പറയുന്നൊരു കാര്യം മനസ്സിലാക്ക്. ഈ കയറി വരുന്ന പെണ്ണുങ്ങളൊക്കെ ഭർത്താവിൻ്റെ അച്ഛനമ്മയും വേണ്ടായുള്ളൂ, പക്ഷെ അവരുടെ അച്ഛനമ്മയും വേണം. ഈ മണ്ടന്മാർക്ക് അതുപോലെ മനസ്സിലാവണ്ട. ഓ ഒന്ന് പതുക്കെ പറയും സുഖാട്ടാ. അപ്പുറം ഇപ്പുറമൊക്കെ കല്യാണങ്ങൾ ചെക്കന്മാർ ഒരുപാടുണ്ട് അച്ഛനമ്മനും പൊന്നു പോലെ നോക്കുന്നത്. അവർ ഞങ്ങളൊന്നും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വഴക്കിന് വരണ്ട. കഴിയില്ല എനിക്ക്.